കോൾഡ് പ്ലേയുടെ കോൺസേർട്ടിൽ വെച്ച് പൊക്കിയ സിഇഒ ആൻഡ് HR കാര്യം നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. ഇവരുടെ അവിഹിതം കാരണം ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് ഇവർ വർക്ക് ചെയ്തിരുന്ന ആസ്ട്രോണമർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരെ രക്ഷിക്കാൻ ഇപ്പോൾ സാക്ഷാൽ റയാൻ റെനോൾഡ്സ് തന്നെ വരേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയായ മാക്സിമം എഫേർട്ട് ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഗ്വെനത്ത് പാൽട്രോ എന്ന് പറയുന്ന ആക്ട്രസ് ആണ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഇവർ കമ്പനിയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഈ അഫെയർ നടന്ന കാര്യമോ അതിന്റെ പബ്ലിക് ബാക്ക്ലാഷിനെ കുറിച്ചൊന്നും ഇവർ ഹൈലൈറ്റ് പോലും ചെയ്യുന്നില്ല. റയൻ റെനോൾഡ്സ് ഒരു ജീനിയസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പുള്ളിക്കാരൻ റിലീസ് ചെയ്തത്. എന്തായാലും നനഞ്ഞു കുളിച്ചിറങ്ങാന്നുള്ള ഒരു അപ്രോച്ചാണ് പുള്ളിക്കാരൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ആളുകളെല്ലാം ഈ അഫെയറിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കമ്പനിയെ കുറിച്ചും അതിന്റെ പ്രൊഡക്റ്റ് ലൈനപ്പിനെ കുറിച്ചും ആളുകളെ അറിയിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്നുള്ളത് റയൻ റെനോൾഡ്സിന് തോന്നിക്കാണും. ഇനി എന്തുകൊണ്ട് ഗ്വെനത്ത് എന്ന് പറയുന്ന ആക്ട്രസിനെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൾഡ് പ്ലേയുടെ കോൺസേർട്ടിൽ വെച്ചിട്ടാണല്ലോ ഈ കപ്പിളിനെ അവിഹിതത്തിന് പൊക്കുന്നത്. അതേ കോൾഡ് പ്ലേയുടെ ലീഡ് സിംഗറായ ക്രിസ് മാർട്ടിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ് ഗ്വെനത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവര് തന്നെ ഈ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് കൂടുതൽ പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഗ്വെനത്ത് പാൽട്രോ എന്ന് പറയുന്ന ആക്ട്രസിന്റെ പബ്ലിക് ഇമേജ് അത്ര നല്ലതല്ല. ഇവർ സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് വിറ്റതിന് ഇവർക്കെതിരെ കേസ് ഉണ്ട്. മാത്രമല്ല ഹോളിവുഡിൽ പോലും പലരും ഇവരെ അടുപ്പിക്കാറില്ല. അങ്ങനെയുള്ള ഒരാളെ വെച്ചിട്ട് ഈ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിപ്പിക്കുമ്പോൾ കമ്പനിയുടെ ലോങ് ടേം റെപ്യൂട്ടേഷനെ അത് സാരമായി ബാധിക്കും.